പഴശ്ശിരാജയുടെ പോരാട്ട ഭൂമിയിലാണ് സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് എത്തിയിരിക്കുന്നത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ. കൂത്തുപറമ്പെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇരമ്പിയെത്തുന്ന ഓർമ്മ അത് 1994 കൂത്തുപറമ്പ് വെടിവയ്പ്പാണ്. 5 DYFI പ്രവർത്തകർക്കാണ് ആ പോലീസ് നടപടിയിൽ അന്ന് ജീവൻ നഷ്ടമായത്. ജീവിക്കുന്ന രക്തസാക്ഷിയായി അടുത്ത കാലം വരെ സഖാവ് പുഷ്പൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുകയാണെങ്കിൽ 2006 വരെ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചിരുന്ന മണ്ഡലമായിരുന്നു കൂത്തുപറമ്പ്. 2006 പി ജയരാജൻ ഇവിടെ നിന്ന് ജയിക്കുന്നത് 38,327 വോട്ടുകളുടെ കൂറ്റൻ ഭൂരിപക്ഷത്തിനാണ്. പി ജയരാജന് പുറമെ പിണറായി വിജയൻ, KK ശൈലജ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ജയിച്ചു കയറിയ മണ്ഡലം കൂടിയാണ് കൂത്തുപറമ്പ്. എന്നാൽ 2011 എത്തുമ്പോൾ സ്ഥിതി മാറുകയാണ്. 3000-ലേറെ വോട്ടുകൾക്ക് മണ്ഡലം UDF പിടിച്ചെടുക്കുന്ന കാഴ്ച കൂടി കണ്ടു. ഇപ്പോഴത്തെ LDF MLA ആയ KP മോഹനൻ അന്ന് UDFനൊപ്പമായിരുന്നു. അദ്ദേഹം 3000-ലേറെ വോട്ടുകൾക്ക് മണ്ഡലം UDFൻ്റെ പക്ഷത്തേക്ക് എത്തിക്കുകയാണ്. എന്നാൽ 2016 KK ശൈലജയിലൂടെ മണ്ഡലം LDF വീണ്ടും തിരിച്ചു പിടിച്ചു. 2021 എത്തുമ്പോൾ KP മോഹനനും പാർട്ടിയും LDFനൊപ്പമായിരുന്നു. KP മോഹനൻ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. 9541 വോട്ടുകൾക്ക് KP മോഹനൻ ജയിക്കുന്നു. അങ്ങനെ ഇപ്പോഴും LDFനൊപ്പമാണ് ഈ മണ്ഡലം. ഈ സമയം ഒരു കണക്ക് കൂടി പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ കൂത്തുപറമ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,800-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഷാഫി പറമ്പിലിന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും കൂത്തുപറമ്പ് ചിന്തിക്കുക എന്ന് പരിശോധിക്കുകയാണ് സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ്. നേരെ വോട്ടർമാരുടെ പ്രതികരണത്തിലേക്ക്. കൂത്തുപറമ്പ് ഇടതുപക്ഷം അല്ലാണ്ട് വേറെ ആരാണ്? 14 വോട്ടിന്റെ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ. ഒരു 5000 വോട്ട് മറിഞ്ഞാൽ ആയിക്കോട്ടെ. കാരണം ഈ ക്ഷേമ പെൻഷനെല്ലാം വാങ്ങുന്നെല്ലാം കൂത്തുപറമ്പില്ല വോട്ടില്ലേ, ഓരെല്ലാം ഉണ്ടായാലല്ലേ നമുക്ക് നിലനിർത്തുകയും കഴിയും. പിന്നെ ഇവിടെ മാറ്റമൊന്നുമില്ല. MLA എങ്ങനെയുണ്ട്? കേരളത്തിലും ഇടതുപക്ഷം തന്നെ വരണോ? MLA എങ്ങനെയുണ്ട്? MLA നല്ല MLA. മത്സരിക്കണം. സംസ്ഥാന ഭരണം തുടരുമോ മാറോ? സംസ്ഥാന ഭരണം തുടരില്ല, പിന്നെ ഇവിടെ കട്ട പൊടിയാവില്ലേ? ഇവിടെ ഇപ്പം ക്ഷേമ പെൻഷൻ 2000 കിട്ടി നമ്മളെ പോലെ തോട്ടെല്ലാം ജീവിക്കുന്നത് എങ്ങനെയാണ്? മറ്റേ ഗവൺമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ 5 പൈസ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും, കുത്തുപാളി എടുക്കില്ല. സംസ്ഥാന ഭരണം പോരാ, സാധുക്കൊക്കെ ഒന്നും രക്ഷകാന്നില്ല. എന്താ പ്രശ്നം? സംസ്ഥാന ഭരണത്തിന് വില കൂടുതല്, പിന്നെ ഒന്നും സാധനം മര്യാദക്കൊന്നും കിട്ടുന്നില്ല. അത് തന്നെ. വേറെ എന്താ പ്രശ്നം? ഭരണം മാറണം എന്നാണോ ആഗ്രഹം? പിന്നെ ഭരണം മാറണമെന്ന് ആഗ്രഹം. UDF വരണം, പുതിയ ഭരണം ഏതെങ്കിലും ഒരു മാറ്റം നല്ലതാ. പിടിച്ചു വെക്കുമ്പോ ഏത് ചെയ്താലും പോക്കാ. പിടിച്ചു വെക്കുന്ന ഏത് ചെയ്താലും പോക്കാ. ഭരണം മാറിയാലേ എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ. ഇപ്പൊ ഈ ഭരണം കൊണ്ട് ഇപ്പൊ എല്ലാവർക്കും മടുത്തിന്. മോശം സാധനത്തിന്റെ ബല. പിന്നെ അതായത് പിടിച്ചു വെക്കാൻ കഴിയണ്ട. സാധുക്കൾക്ക് രക്ഷയില്ല. അതാ ഞാൻ വേറെ ഒന്നുമില്ല. പൈസക്കാർക്ക് നല്ല തന്നെ, പൈസ ഇല്ലാതാക്ക് വിഷമം തന്നെ. കൂത്തുപറമ്പ് LDF ജയിക്കും. ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കും. 10,000-ൽ താഴെയല്ലേ ഇപ്പൊ ഭൂരിപക്ഷം ഉള്ളൂ. ഇപ്രാവശ്യം വർദ്ധിക്കും. കഴിഞ്ഞ തവണയേക്കാൾ ഇപ്രാവശ്യം കൂടുതൽ വർദ്ധിക്കും. MLA പ്രവർത്തനമൊക്കെ നല്ല മികച്ച പ്രവർത്തനമാണ്. MLA എന്നുള്ള മണ്ഡലത്തിനകത്ത് എല്ലാ സ്ഥലത്തും വേണ്ടുന്ന വികസനം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കൂത്തുപറമ്പ് മണ്ഡലത്തിനകത്ത് എല്ലാ മേഖലയിലും സർവ്വ മേഖലയിലും വികസനമാണ്. അതുകൊണ്ട് തന്നെ LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരും. MLA KP മോഹൻ തന്നെ വിജയിക്കും, ഉറപ്പാണ്. നല്ല ഭരണമാണ്. അപ്പൊ ഈ ശബരിമല പയ്യന്നൂരിലെ വിഷയം ഇപ്പൊ മറ്റേ അയ്യപ്പ സംഗമത്തുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്രമക്കേട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ല തെളിവുകൾ സഹിതം വരുന്നുണ്ട്. അതൊക്കെ ബാധിക്കില്ലേ? അത് ഒരു കാരണവശാലും ബാധിക്കില്ല. ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇടതുപക്ഷം മാത്രമല്ലല്ലോ, ഇടതുപക്ഷം മാത്രമല്ല ബാക്കിയുള്ള എല്ലാം കൂടി അതെന്തോ സംഭവം അത് വോട്ടിനെ ബാധിക്കുകയില്ല. ഭരണ തുടർച്ച ഉണ്ടാവുന്നാ പറയുന്നത്. ഭരണ തുടർച്ച ഉറപ്പായിട്ടും. എത്ര സീറ്റ് കിട്ടും? എത്ര സീറ്റ് ഉണ്ടാവും? ഒരു 100-ൽ കൂടുതൽ എന്തായാലും 105 സീറ്റ് ഉറപ്പാ. സംസ്ഥാനത്ത് ഭരണം മാറണോ തുടരണോ? എന്താ അഭിപ്രായം? UDF വരണം എന്നാണ് ആഗ്രഹം. കൂത്തുപറമ്പ് മണ്ഡലത്തില് LDF മാറുമോ? തോന്നുന്നു കൂത്തുപറമ്പിൽ LDF മാത്രമേ ഉള്ളൂ. കേരളം മൊത്തം LDF ഉള്ളൂ. ഭൂരിപക്ഷം കൂടോ? ഭൂരിപക്ഷം എല്ലാം കൂടും. പിന്നെന്താ? MLA പ്രവർത്തനം എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയാ, ഒരു സംശയമില്ല കാര്യമില്ല. സംസ്ഥാനത്ത് ഭരണം മാറുമോ തുടരോ? ഭരണം മാറില്ല. എന്താ ചോദിക്കണ്ടേ? പിണറായി 3. അല്ല, UDF പറയുന്നത് 100-ലേറെ സീറ്റ് കിട്ടുന്ന അശ്ലീലം പറയല്ലേ? ഷാഫി പറമ്പിനെ പോലത്തെ ആള് എന്നാൽ അങ്ങനത്തെ ആള് നിൽക്കണോ? എന്നാ പിണറായി ജയിക്കും, കൂത്തുപറമ്പിൽ ജയിക്കും.
നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂത്തുപറമ്പും ജയിക്കുന്നതാണോ? നല്ല സ്ഥാനാർത്ഥി യൂത്ത് ജയിക്കും. ജയിക്കും. ആ പിന്നെ സംസ്ഥാനത്ത് എന്താ സാഹചര്യം? സംസ്ഥാനത്ത് മൊത്തം 100 സീറ്റിൽ കൂടുതൽ കിട്ടും UDF-ന്. UDF. എന്തുകൊണ്ടാ? ഇന്നത്തെ ഭരണം കൊണ്ട് ഇന്നത്തെ കളികളെ സ്വർണ്ണക്കൊള്ള എല്ലാനിങ്ങളെ അഭിപ്രായം സകല പരിപാടി ഇതിന്റെ കുഞ്ഞികൃഷ്ണന്റെ എല്ലാം വിവരം അറിയില്ല ഇപ്പൊ. അതേപോലത്തെ ഓരോ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഭരണം കൊണ്ട് എന്ന കാര്യം പിണറായി എല്ലാരും ഭരിക്കുന്നത് കൂടി ഇവിടെ PA മറ്റേ ഇവരല്ലേ ഭരിക്കുന്നു. ശശിയും പാർട്ടിയല്ലേ ഭരിക്കുന്നു. പിണറായി ആയില്ലല്ലോ. കൂത്തുപറമ്പ് LDF വേണമെന്ന് തന്നെയാണ് നമ്മളൊരു ഇത്. MLA എല്ലാം അടിപൊളി തന്നെ, ആരും മോശമൊന്നുമില്ല. പ്രവർത്തനം നല്ല ഇതിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് അങ്ങനെ പോയിക്കോട്ടെ. പിണറായിൻ്റെ അല്ലേ? പിണറായിൻ്റെ മോശമൊന്നുമില്ല, നമുക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. ഭരണം തുടരണമെന്നല്ലേ പറയുന്നത്, തുടരുമെന്ന് തന്നെയാ പറയുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടോ? ശബരിമലയ്ക്ക് ബാധിക്കോ? ശബരിമലക്കൊന്നും ബാധിക്കൂല. അങ്ങനെ എന്തെല്ലാം ആര് ഭരിച്ചാലും കണക്ക് തന്നെയാ. ശബരിമലയിൽ ഇപ്പൊ ഇതാക്കാത്ത ആർക്കും കീശയിലാക്കാത്ത ആളാരെങ്കിലും ഉണ്ടാവുക? എല്ലാവരും ഒരുപോലെ തന്നെയാ, എല്ലാവരും കിട്ടുന്ന ഓടിക്കും. മുഖ്യമന്ത്രി പിണറായിയോ ശൈലജ ടീച്ചർ ആയിക്കോട്ടെ എന്നാ പറയുന്നത്. ഇവിടെ എന്താ പറയണ്ടേ, ഇടതുപക്ഷത്തിന് തന്നെ കാലാകാലമായിട്ട് ഇടതുപക്ഷത്തിന് പിന്നെ നല്ല രീതിയിലുള്ള ഭരണമല്ലേ കാഴ്ചവെക്കുന്നത്. ഇടതുപക്ഷത്തിനല്ലാതെ മറ്റാർക്കാ വോട്ട് ചെയ്യാൻ പറ്റുക? നല്ല MLA ആണ്. സംസ്ഥാന ഭരണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഭരണത്തെക്കുറിച്ച് ഇതില്ലെങ്കിൽ നാട് കൂട്ടിച്ചേറായി പോകും. എന്താ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിദ്യാഭ്യാസ മേഖല, ആശുപത്രി മേഖല, ആ 10 വർഷം മുമ്പേയുള്ള പവർ കട്ട്, ഇതൊന്നുമില്ലാതെ 10 വർഷവും തുടർന്നിട്ടില്ലേ? ആ തുടർച്ചയായിട്ടുള്ള ഭരണമല്ലേ വേണ്ടത്. നമ്മുടെ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട വികസനം. സച്ചിദാനന്ദൻ പറഞ്ഞതേ ഇനിയും ഭരണം തുടർന്ന ബംഗാളായി പോകുന്നൊക്കെ പറഞ്ഞിരുന്നു. സച്ചിദാനന്ദൻ പറഞ്ഞതാണെങ്കിൽ മോഡി ഭരണത്തെ കുറിച്ചല്ലേ പറയണ്ടേ? 3ാമത്തെ ഭരണമല്ലേ മോഡി ഭരിക്കുന്നത്. ഇനി സച്ചിദാനന്ദൻ തന്നെ കേരള സാഹിത്യ അക്കാദമിന്റെ ആളല്ലേ? എത്രാമത്തെ പ്രാവശ്യം? എന്താ പിന്നെ ഒരു പ്രാവശ്യം കഴിഞ്ഞ പാടങ്ങ് മാറിയിക്കട്ടെ. സംസ്ഥാനത്ത് UDF വന്നേക്കാം. ചെറിയ മാർജിനോ? ചെറിയ മാർജിൻ. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാവും. മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരെല്ലാം അങ്ങനെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഇൻഫ്ലുവൻസിന് സാധ്യതയും. ഭരണം മോശം അഭിപ്രായം ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ 10 വർഷം ആയതുകൊണ്ട് ഒരു മാറ്റത്തിന് ചാൻസ് ഉണ്ടെന്നാണോ? ജനങ്ങൾ ഒരു ചേഞ്ച് ആവശ്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു, അത്ര. LDF ഒന്നും കൂടെ അവരുടെ ഭരണ നേട്ടങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും ഭരണ തുടർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് വേണ്ട വിധം ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നൊരു തോന്നലുണ്ടോ? അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് വേണ്ട വിധത്തില്ല. അതൊരു മിഡിൽ ക്ലാസ്സിനെ മാത്രമേ ഫേവർ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു തോന്നല് ഉണ്ടെന്ന് തോന്നുന്നു. കൂത്തുപറമ്പ് നമ്മളെ LDF തന്നെ കൂട്ടും. സൂപ്പർ, സംസ്ഥാനത്തെ ഭരണം തുടരണോ മാറണോ? സംസ്ഥാനത്ത് ഭരണം തുടരണം, പിണറായി വിജയൻ വരണം. എന്തുകൊണ്ടാ? ഭരണം നല്ല ഭരണല്ലേ. കൂത്തുപറമ്പ് മോഹൻ തന്നെ. പിന്നെ തലശ്ശേരിയിൽ ചിലപ്പോൾ സ്ഥാനാർത്ഥി മാറ്റമുണ്ടെങ്കിലും ഇടതുപക്ഷം തന്നെയാണ്. കൂത്തുപറമ്പ് മോഹനേട്ടൻ തന്നെ മത്സരിക്കാൻ സാധ്യതയുള്ളത്. എന്നാലും നല്ല പ്രവർത്തനമായിരുന്നു. നല്ല പ്രവർത്തനമാണ്. സംസ്ഥാനത്തിൽ കഴിഞ്ഞ കൊല്ലത്തിൽ ഒരു 1-2 സീറ്റ് ചിലപ്പോൾ അങ്ങോട്ടാകും, 1-2 സീറ്റ് കുറയും, അത്രേ ഉള്ളൂ. ഇല്ല, ഭരണമാറ്റം വളരെ കുറവാണ്, സാധ്യതയില്ല. കൂത്തുപറമ്പ് LDF തന്നെ ജയിക്കാം. നല്ല പ്രവർത്തനം തന്നെയാണ്. പ്രവർത്തനത്തിന് മോശമൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഇല്ല, ഭരണം നല്ല ഭരണം തന്നെ, ഭരണം മോശമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ MLA മത്സരിക്കണോ അതോ ഇപ്പൊ KP മോഹനല്ലേ MLA? പുള്ളി തന്നെ മത്സരിക്കണോ, പുതിയ ആള് വരണോ? ഇല്ല, മുപ്പത് മത്സരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പുതിയ ആൾ വരേണ്ട ഇതൊന്നുമില്ല. 30 മത്സരിക്കും. ഭരണം തുടരും. കൂത്തുപറമ്പ് മൊത്തം കേരളത്തിലെ ഇടതുപക്ഷം തന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സീറ്റ് കിട്ടും. ഭരണത്തിന്റെ ഗുണം. പക്ഷേ UDF പറയുന്ന 100-ലേറെ സീറ്റ് കിട്ടുന്നൊക്കെ അതവർ പറയുന്നതല്ലേ, കിട്ടണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതെപ്പം പറയുന്ന തന്നെ പറയും. ഭരണവിരുദ്ധ വികാരം ഇല്ലേ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാ? ഇടതുപക്ഷം ഭരണം നല്ല ഭരണമാണ്. പിന്നെ കൂത്തുപറമ്പിൽ CPM-ന്റെ മണ്ണാണ്. പിന്നെ വെച്ചാൽ കോമാളികളിൽ വേണ്ട UDF-ന്റെ കോമാളികളിൽ നമ്മൾ കാണുന്നവർ കാണുന്നുണ്ട്. കൂത്തുപറമ്പ് ഇനിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നത് എൻ്റെ അഭിപ്രായം. കാരണം നാട്ടിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേ, പെൻഷൻ അതുപോലെ മറ്റു പല കാര്യങ്ങളിലും വളരെയധികം നല്ലൊരു ഇതാണ് കാഴ്ചവെച്ചത്. മറ്റൊരാൾ വന്നാൽ ചിലപ്പോൾ ഇത് പെൻഷൻ കൃത്യമായിട്ട് കിട്ടൂല, ഇപ്പം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിന്റെ വിധി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. സി ടൈം സിലക്ഷൻ പൾസ് റൈഡ് ഇനി നേരെ തലശ്ശേരി മണ്ഡലത്തിലേക്ക്. പ്ലീസ് ഫോളോ.